കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് ഗോപി, വലിയ ദുരന്തമാണ്. എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ താങ്കൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്? എനിക്ക് പത്രപ്രവർത്തകർ നേരിട്ട് ഫോണിൽ വിളിച്ച് തരുന്ന വിവരങ്ങൾ മാത്രമാണ് തൽക്കാലം. ഞാൻ ഡൽഹിയിലായതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് 3-3:15 മണിയായപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തേ ഉള്ളൂ. ലഡാക്കിലേക്കുള്ള ട്രിപ്പ് കട്ട് ഷോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകാനാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് നിർദ്ദേശം വന്നേക്കുന്നത്. ഞാൻ തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിനും കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവുന്നതിന് വേണ്ടുന്ന കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ഞാൻ മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ശ്രീ സുരേഷ് ഗോപി, നേരത്തെ DGP പറഞ്ഞത് 6 പേരുടെ മരണമെന്നായിരുന്നു ശ്രീ റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത്. അതെ, 6 പേരും. പിന്നെ ഇപ്പോഴും എണ്ണം തീർന്നിട്ടില്ല എന്ന് പറയുന്നു. ചികിത്സയ്ക്കായിട്ട് വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുവരുന്നവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സ്പോട്ടിൽ ഇനിയും കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ് മുഴുവൻ കമ്മീഷണർ അവിടെ നിഷ്കർഷിക്കുന്ന ദൂരത്തിന് പുറത്ത് നിന്ന് ഉള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. പരിസരവാസികളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്നതിലുമൊക്കെ അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത്, കൂടുതൽ അപകടങ്ങളൊന്നും വരുത്തി വെക്കാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതെല്ലാം കൃത്യമായി പോലീസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഞാൻ ഏതായാലും രാത്രി അവിടെ എത്തുന്നു. താങ്കൾ പറഞ്ഞ ശരിയാണ് ശ്രീ സുരേഷ് ഗോപി. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടേക്ക് ഇപ്പോഴും തൊട്ടടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. തീ കത്തുന്നുണ്ട്. നേരത്തെ ഈ ദൃശ്യങ്ങൾ നൽകുന്ന സമയത്ത് ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ കൂടി അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ് ഇപ്പോഴും ശ്രീ സുരേഷ് ഗോപി. തീർച്ചയായിട്ടും അതെല്ലാം കണക്കിലെടുത്ത് മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരും മനുഷ്യരാണ്. അത് സേനകളായാലും ശരി തന്നെ, ആ പ്രദേശത്തുള്ള സുമനസ്സുകളായാലും ശരി തന്നെ, അവർക്കൊന്നും ഒരു അപകടവും വരാതെ നമുക്ക് പൂർണ്ണമായും ഈ അപകടം ഒന്ന് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. ദുഃഖത്തിൽ പങ്കുചേരാനല്ലേ നമുക്ക് സാധിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ വരും വഴിയെ. ശരി, താങ്കൾ അപ്പോൾ രാത്രി തന്നെ എത്തും അല്ലേ? ഞാൻ രാത്രി തന്നെ എത്തും. ശരി ശരി കോളേജിലെത്തും. ശരി. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹം ലഡാക്കിലേക്കുള്ള യാത്രയായിരുന്നു. പക്ഷേ ആ യാത്ര റദ്ദാക്കി അദ്ദേഹത്തോട് തൃശ്ശൂരിലേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് നിർദ്ദേശം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയോടെ തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ എത്തും. ഇതിപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.